ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 18-ാം അധ്യായം മോക്ഷസന്യാസ യോഗം. ത്രിഗുണങ്ങളുടെ ഭേദമനുസരിച്ച് ജ്ഞാനം, കർമ്മം, കർത്താവ്, ബുദ്ധി, ധൃതി എന്നിവ എങ്ങനെ വ്യത്യാസപ്പെട്ടു വരുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പഠിച്ചത്. കർമ്മത്തിന് പ്രേരകമായി വരുന്നതാണ് ജ്ഞാനം, കർത്താവ്, കർമ്മം എന്നിവ. അവയെ നിയന്ത്രിക്കുന്നതാണ് ബുദ്ധിയും ധൃതിയും. സ്വന്തം ജ്ഞാനത്തിന് വിധേയമായി ഓരോ കർത്താവും കർമ്മം ചെയ്യുന്നു. അതിനെ ബുദ്ധി നിയന്ത്രിക്കുന്നു, ധൃതി നിലനിർത്തുകയും ചെയ്യുന്നു. ഇതോടെ കർമ്മത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും പൂർണ്ണമായി വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി ഈ കർമ്മങ്ങൾ ചെയ്യുന്ന കർത്താവിൻ്റെ മനഃശാസ്ത്രം എന്താണ്? എന്തിനാണ് മനുഷ്യൻ കർമ്മം ചെയ്യുന്നത്? സുഖത്തിനു വേണ്ടി. എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉദ്ദേശവും സുഖം തന്നെയാണെങ്കിലും ഓരോ ആളിലെയും കർമ്മത്തിൻ്റെ ഘടകങ്ങളും ബുദ്ധിയും ധൃതിയും എല്ലാം ഗുണങ്ങൾക്കനുസരിച്ച് വ്യത്യസ്തങ്ങളായതുകൊണ്ട് സുഖവും വ്യത്യസ്തമായി തന്നെ വരും. അതിനെക്കുറിച്ച് പറയുന്നു 36-ാം ശ്ലോകത്തിൽ. സുഖം ത്വിദാനീം ത്രിവിധം ശൃണു മേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ച നിഗച്ഛതി. ഭരതർഷഭ, ഹേ അർജുന, യത്ര ഏതൊന്നിൽ, അഭ്യാസാത് പരിശീലനം കൊണ്ട്, രമതേ രമിക്കുകയും, ദുഃഖാന്തം ദുഃഖാവസാനത്തെ, നിഗച്ഛതി ച പ്രാപിക്കുകയും ചെയ്യുന്നുവോ, തത് സുഖം ആ സുഖം, ത്രിവിധം മൂന്നരമുണ്ട്, തത് അതിനെ, ഇദാനീം ഇപ്പോൾ, മേ എൻ്റെ അടുക്കൽ നിന്നും, ശൃണു നീ കേട്ടുകൊള്ളുക. അർജുന, നിത്യപരിചയം കൊണ്ട് ഏതൊരു സുഖത്തിൽ മനുഷ്യൻ രമിക്കുകയും ദുഃഖം അറിയാതിരിക്കുകയും ചെയ്യുന്നുവോ, 3 വിധത്തിലുള്ള ആ സുഖത്തെക്കുറിച്ച് ഇനി ഞാൻ പറയാം, കേട്ടോളൂ. ദുഃഖമാണെങ്കിലും നിരന്തരം പരിചയിച്ചാൽ അത് സുഖമായി മാറും. നിത്യപരിശീലനം വിഷമപ്രകൃതിയായ ദുഃഖത്തെ അനുകൂലപ്രകൃതിയായ സുഖമാക്കി മാറ്റും. ഒരു വിഷയത്തിൽ ആഗ്രഹം വെച്ച് കഠിനാധ്വാനം ചെയ്ത് അത് നേടുന്ന ഒരുവൻ ഒരുപാട് സന്തോഷിക്കും. അതിനുവേണ്ടി സഹിച്ച ദുഃഖം അവൻ ദുഃഖമായി കാണുകയുമില്ല. നിരന്തര പരിചയം കൊണ്ട് ദുഃഖം നീങ്ങി ആനന്ദം ജനിക്കുകയാണ് ചെയ്യുന്നത്. ആ സുഖം ഗുണഭേദമനുസരിച്ച് 3 വിധത്തിൽ വരുമെന്നാണ് പറയുന്നത്. സാത്വിക സുഖം, രാജസ സുഖം, താമസ സുഖം എന്നിങ്ങനെ. സാത്വിക സുഖത്തെ വിവരിക്കുന്നതാണ് ഇനി വരുന്ന ശ്ലോകം, 37-ാമത്തെ ശ്ലോകം. യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തത്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധിപ്രസാദജം. യത് യാതൊന്ന്, അഗ്രേ ആദ്യം അല്ലെങ്കിൽ മുൻപേ, വിഷം ഇവ വിഷം എന്ന പോലെയും, പരിണാമേ പരിണാമത്തിൽ ഒടുവിൽ, അമൃതോപമം അമൃതം പോലെയും ആകുന്നുവോ, ആത്മബുദ്ധിപ്രസാദജം ആത്മാവിൻ്റെയും ബുദ്ധിയുടെയും പ്രസാദത്തിൽ നിന്നും ഉണ്ടാകുന്ന, തത് സുഖം ആ സുഖം, സാത്വികം പ്രോക്തം സാത്വികം എന്ന് പറയപ്പെടുന്നു. ഏതൊരു സുഖം ആരംഭത്തിൽ വിഷം പോലെയും അവസാനത്തിൽ അമൃതതുല്യവുമായിരിക്കുന്നുവോ, ആത്മജ്ഞാനത്താൽ നിർമ്മലമായ ബുദ്ധിയിൽ നിന്നും ഉളവാകുന്ന ആ സുഖം സാത്വികം എന്ന് പറയപ്പെടുന്നു. ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള സമ്പർക്കത്തിലൂടെ കിട്ടുന്ന സുഖം ക്ഷണികമാണ്. അനുഭവിച്ച ശേഷം ദുഃഖത്തെ പ്രദാനം ചെയ്യുന്നതുമാണ്. ആത്മനിയന്ത്രണത്തിൻ്റെയും മനസംയമനത്തിൻ്റെയും ഫലമായുണ്ടാകുന്ന സുഖമാണ് ശരിയായ സുഖം. അത് എളുപ്പത്തിൽ ലഭിക്കുകയുമില്ല. കഠിനമായ പരിശ്രമം വേണ്ടിവരും. അന്ധഃകരണശുദ്ധിക്കുള്ള മാർഗം വളരെ കടുപ്പമേറിയതാണ്. ജ്ഞാനസമ്പാദനം, വൈരാഗ്യപ്രാപ്തി, ധ്യാനം, സമാധി മുതലായവയൊക്കെ തീവ്രമായി അനുഷ്ഠിക്കുമ്പോൾ സാധകന് പലവിധ ക്ലേശങ്ങളും ബാഹ്യമായും ആന്തരികമായും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ആരംഭത്തിൽ വിഷം പോലെയാണ് എന്ന് പറഞ്ഞത്. ജ്ഞാനവൈരാഗ്യങ്ങൾ പൂർണ്ണമായാൽ അത് അമൃത പോലെയാകുകയും ചെയ്യും. ആത്മബോധത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്നും ഉത്ഭവിക്കുന്ന
ആ സുഖത്തെയാണ് സാത്വിക സുഖം എന്ന് പറയുന്നത്. ആത്മനിയന്ത്രണത്തോടെ സാത്വിക ജീവിതം നയിക്കുന്നവൻ്റെ മനസ്സ് പ്രസന്നമാകും. അതാണ് പ്രസാദം എന്നിവിടെ പറഞ്ഞത്. ഈ മനഃപ്രസാദത്തിൻ്റെ പ്രതീകമായാണ് നമ്മൾ പൂജകളുടെയും മറ്റും അവസാനം പ്രസാദ വിതരണം നടത്തുന്നത്. സാധകൻ്റെ മനസ്സിലെ പ്രസന്ന ഭാവമാണിത്. ഇനി രാജസസുഖം എന്തെന്ന് പറയുന്നു 38-ാമത്തെ ശ്ലോകത്തിൽ. വിഷയേന്ദ്രിയ സംയോഗാത് യത്തദഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ തത്സുഖം രാജസംസ്മൃതം. വിഷയേന്ദ്രിയ സംയോഗാത്, വിഷയങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ചേർച്ച കൊണ്ട്, യത് യാതൊരു സുഖം, അഗ്രേ മുന്നിൽ ആദ്യം, അമൃതോപമം അമൃത് പോലെയും, പരിണാമേ ഒടുക്കം, വിഷം ഇവ വിഷം എന്ന പോലെയും ഇരിക്കുന്നുവോ, തത് സുഖം ആ സുഖം, രാജസംസ്മൃതം രാജസം എന്ന് സ്മരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായുള്ള സംയോഗം നിമിത്തമുണ്ടാകുന്ന സുഖം ആദ്യം അമൃത് പോലെ ഇരിക്കുന്നതും എന്നാൽ പരിണാമത്തിൽ വിഷം പോലെ അനുഭവപ്പെടുന്നതുമാണ്. ആ സുഖം രാജസം എന്ന് സ്മരിക്കപ്പെടുന്നു. ഇന്ദ്രിയങ്ങളും വിഷയങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന സുഖമാണ് രാജസസുഖം. അത് ക്ഷണികമാണ്, പിന്നീട് ദുഃഖത്തെ ഉണ്ടാക്കുന്നതുമാണ്. കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചും എല്ലാം നാം അനുഭവിക്കുന്ന വിഷയങ്ങളും, അതുപോലെ തന്നെ അവയെ അനുഭവിക്കുന്നതായ നമ്മുടെ മനസ്സും ബുദ്ധിയും എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇന്ന് സുഖം തരുന്ന വിഷയങ്ങൾ പിന്നീട് നമുക്ക് സുഖകരമായിരിക്കുകയില്ല. ഇനി സുഖം തരുന്ന ഒരു കാര്യം തന്നെ ആണെങ്കിലും ഒരുപക്ഷെ പൂർണ്ണ തൃപ്തിയോടെ അനുഭവിക്കാൻ കഴിഞ്ഞെന്നും വരില്ല. കാരണം അത് കൈവിട്ടു പോകുമോ എന്ന ഭയം നമ്മളെ അസ്വസ്ഥരാക്കും. പിന്നെ എത്ര സുഖകരമായതും ഏറെ ആസ്വദിച്ച് കഴിയുമ്പോൾ അത് വിരസമായിട്ടും വരാം. അങ്ങനെ ആരംഭത്തിൽ സുഖവും പിന്നീട് ദുഃഖവും സമ്മാനിക്കുന്നതിനെ രാജസസുഖം എന്ന് പറയുന്നു. ഇനി താമസസുഖത്തിൻ്റെ ലക്ഷണം ഉപദേശിക്കുന്നു 39-ാമത്തെ ശ്ലോകത്തിൽ. യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനഃ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം. യത് സുഖം യാതൊരു സുഖം, നിദ്രാലസ്യ പ്രമാദോത്ഥം നിദ്ര, ആലസ്യം, പ്രമാദം എന്നിവയിൽ നിന്നുണ്ടായതും, അഗ്രേ മുൻപിലും അല്ലെങ്കിൽ ആദ്യവും, അനുബന്ധേജ പിന്നത്തെ ഫലത്തിലും അതായത് അവസാനത്തെ ഫലത്തിലും, ആത്മനഃ ആത്മാവിന്, മോഹനം മോഹമുണ്ടാക്കുന്നതായിരിക്കുമോ, തത് സുഖം ആ സുഖം, താമസം ഉദാഹൃതം താമസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഏതൊന്നാണോ ആരംഭത്തിലും അവസാനത്തിന് ശേഷവും ആത്മാവിനെ മോഹിപ്പിക്കുന്നതും നിദ്ര, ആലസ്യം, അശ്രദ്ധ എന്നിവയിൽ നിന്നുണ്ടാകുന്നതും ആ സുഖം താമസം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഉറക്കം, മടി, അശ്രദ്ധ എന്നിവയിൽ നിന്നുണ്ടാകുന്നതാണ് താമസസുഖം. ഉറക്കം അഥവാ നിദ്ര എന്നതിന് സാധാരണ നിലയിലുള്ള അർത്ഥം മാത്രമല്ല ഗ്രഹിക്കേണ്ടത്. തത്വബോധമില്ലായ്മയാണ് ഉറക്കം. ആത്മമഹിമയെക്കുറിച്ച് ബോധമില്ലാതെ നിസാര വിഷയങ്ങൾക്ക് നേരെയുള്ള പരക്കം പാച്ചിൽ, ശരിയായി ചിന്തിക്കാനും പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുമുള്ള കഴിവില്ലായ്മയാണ് ആലസ്യം. അങ്ങനെ ബുദ്ധിക്ക് മന്ദത ബാധിച്ച ഒരുവൻ ആത്മമഹിമയറിയാതെ തേടുന്ന സുഖം തുടക്കം മുതൽ അവസാനം വരെ ആത്മാവിനെ മയക്കുന്നതായിരിക്കും. അതിനെയാണ് താമസസുഖം എന്ന് പറയുന്നത്. ഈ സൃഷ്ടിയിൽ സർവ്വതും ത്രിഗുണാത്മകമാണ് എന്ന് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ശ്ലോകമാണ് 40-ാമത്തെ ശ്ലോകം. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിസ്യാത്രിഭിർഗുണൈഃ. പ്രകൃതിജൈ പ്രകൃതിജങ്ങളായ, ഏഭി ഗുണൈഹി ഈ ഗുണങ്ങളോട്, മുക്തം വേർപെട്ടതായി, യത് സത്വം യാതൊരു സത്വം അല്ലെങ്കിൽ വസ്തു, സ്യാത് തത് ഉണ്ടാകുമോ അത് അങ്ങനെയുള്ള വസ്തു, പൃഥിവ്യാം ഭൂമിയിലോ, ദിവി സ്വർഗത്തിലോ, ദേവേഷു വാ ദേവന്മാരിലോ,
പുനഃ വ പിന്നെവിടെയെങ്കിലുമോ ന അസ്തി ഇല്ല. പ്രകൃതിയിൽ നിന്നും ഉദ്ഭൂതമായ ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തമായ അല്ലെങ്കിൽ വേർപെട്ട ഒരു വസ്തു ഭൂമിയിലോ സ്വർഗത്തിൽ ദേവന്മാർക്കിടയിലോ മറ്റെവിടെയുമില്ല. സൃഷ്ടിവർഗം മൊത്തത്തിൽ 2 തരം, സഞ്ചരിക്കുന്നതും സഞ്ചരിക്കാത്തതും. അതെല്ലാം ത്രിഗുണവുമായി ബന്ധപ്പെട്ടതാണ്. കാരണം പ്രകൃതി തന്നെ ത്രിഗുണാത്മികയാണ്. ഈ സൃഷ്ടിവർഗമെല്ലാം ആ പ്രകൃതിയിൽ നിന്നും ഉണ്ടായതുമാണ്. അതുകൊണ്ട് തന്നെ ഗുണരഹിതമായതൊന്നും ഈ 3 ലോകങ്ങളിലുമില്ല. ത്രിഗുണങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് ഒരു ജീവിക്കും പ്രവർത്തിക്കാനുമാവില്ല. മനുഷ്യർ തമ്മിൽ വ്യക്തിത്വത്തിലും പെരുമാറ്റത്തിലും ഉള്ള വ്യത്യാസത്തിൻ്റെ വിശദീകരണമാണ് നാം ഇതുവരെ കണ്ടത്. നമ്മിൽ രജോഗുണമോ തമോ ഗുണമോ വർദ്ധിക്കുന്നുവെന്ന് മനസ്സിലാക്കിയാൽ അതിനെ അടക്കി സത്വഗുണത്തിലേക്ക് ഉയരാൻ ശ്രമിക്കാനും ഈ പഠനം ഉപകരിക്കും. ത്രിഗുണങ്ങൾക്കും അതീതനാവുന്ന മഹാത്മാവിന് ഈ നാനാത്വ പ്രപഞ്ചത്തെ ഏകനായ പരമ്പൊരുളിൻ്റെ പ്രതിഭാസമായി മാത്രമേ കാണാനാകൂ. അങ്ങനെ ഒരാൾക്ക് പരമപദം പ്രാപിക്കാനാകൂ. ഹരി ഓം തത്സത്.